നമസ്കാരം. ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും എല്ലാവർക്കും ആശംസകളും അനുമോദനം. ബഹുമാനരെ, പ്രിയങ്കരനായിരുന്ന ജഡ്ജ് വി ആർ കൃഷ്ണയ്യർ അവറുകളുടെ 10ാമത് ചരമവാർഷിക ദിനം കഴിഞ്ഞു. ആ മഹാത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് പരിപാടി തുടങ്ങാം. എളിയവരായ ഞങ്ങൾ തുടങ്ങിയ ഈ പരിപാടി, ഈ സംരംഭം ഭാഗികമായിട്ടെങ്കിലും വിജയിച്ചു കാണുന്നതിൽ സന്തോഷം. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഗാർഗെ മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞ ആ പോയിൻ്റെല്ലാം ചേർത്ത് പറഞ്ഞു തന്നു. അതിനുശേഷം രാജ്യത്തെയും കോൺഗ്രസിനെയും ജനങ്ങളെയും സ്നേഹിക്കുന്ന ഒരു ഹിന്ദു സ്ത്രീ ഞങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് രാഹുൽ ഗാന്ധിക്ക് പേഴ്സണൽ ലെറ്റർ അയച്ചു. അത് മറ്റൊന്നുമല്ല, മറ്റ് പല കാര്യങ്ങളും ഇടപെടുന്ന പോലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകം മുസ്ലിം സമുദായത്തിൽ കാര്യത്തിൽ കുറച്ചുകൂടി കൂടുതൽ ഇടപെടണം എന്നുള്ളതാണ്. ഏതായാലും അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്ന് സമ്പൽ സ്ഥലം സന്ദർശിക്കാനുള്ള തീരുമാനമെടുക്കുകയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വേണുജിയും മറ്റ് ചില പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ യാത്ര പോയി. സ്ഥലം സന്ദർശിക്കാൻ അനുവാദം കിട്ടിയില്ല എന്നുള്ളത് അത് വേറെ വഴി. ഏതായാലും അതൊരു ശുഭ സൂചകമായി കണക്കാക്കും. പക്ഷെ പ്രശ്നം അവിടോട് തീർന്നില്ല. കോൺഗ്രസ് കാണിക്കുന്ന മൃദു ഹിന്ദുത്വവും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കുന്ന മൃദു ഹിന്ദുത്വവും ഈ രണ്ട് പാർട്ടികളെയും നാശത്തിലേക്ക് എത്തിക്കുകയാണ്. കോൺഗ്രസ് നാശത്തിൽ എത്തിച്ചു, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിക്കാൻ പോവാണ്. കാരണം നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഉപ്പുള്ളപ്പോൾ ആരെങ്കിലും ഉപ്പിലിട്ട് ഇഷ്ടപ്പെടുമോ? വലിയൊരു ഫിലോസഫിയാണ് ഈ പറയുന്നത്. ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അതുപോലെ ശക്തമായ വർഗീയത പറയുന്ന ഒരു ശക്തമായ പ്രസ്ഥാനം ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മൃദു ഹിന്ദുത്വം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്ന അവസാനം BJPയിലേക്ക് പോകും. ഇപ്പോൾ കേരളത്തിലും അതിലേ കാണുന്നത്. വടക്കേക്ക് കണ്ടു, ഇപ്പോൾ കേരളത്തിലും CPM ഹിന്ദുത്വം കളിച്ച്, മൃദു ഹിന്ദുത്വം കളിച്ച് ഇപ്പോൾ BJP ഭരണത്തിൽ പോകും. ഇപ്പോൾ കൊല്ലത്തും ട്രിവാൻഡ്രത്തുനിന്നും പ്രബലരായ 2 CPM നേതാക്കൾ BJPയിലേക്കാണ് പോയത്. 42 വർഷക്കാലം BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച് 2 ടേമൊക്കെ സെക്രട്ടറി ആയ അല്ലെങ്കിൽ ഇതായ ആള് BJPയിലേക്ക് പോകും നേരിട്ട്. അത് ഇന്നത്തേരം മകൻ SFI എന്നുള്ള മകൻ പോയി. ഇപ്പോൾ മകളും പോകുന്നു. 42 വർഷക്കാലം സ്ഥാനത്ത് എത്തിയ അച്ഛനെ പാർട്ടിയിൽ നിന്ന് സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് പറഞ്ഞ് മകളും പോകാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ആത്മാർത്ഥയും ആദർശവും വെള്ളത്തിൽ വരച്ച രേഖ പോലെയല്ലേ സഖാക്കളെ, കുട്ടി സഖാക്കളെ നിങ്ങൾ ഇത് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്? നിങ്ങൾ അടിത്തറ എളിയില്ലേ? ഇന്നൊരു മഹാൻ പറഞ്ഞു 3800 യൂണിറ്റുകളിൽ 2 യൂണിറ്റ് ആൾ പോയുള്ളൂ. അതൊന്നും ഒരു ഉത്തരമല്ല സാർ. അത് സഖാക്കൾ പറഞ്ഞല്ല, ഒരു സഖാവ് അനുകൂല ഒരു പത്രപ്രവർത്തനം പറഞ്ഞാണ്. CPMൻ്റെ അടിത്തറ എളുകി. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നില്ല. കാരണം CPM നശിക്കാൻ പാടില്ലെന്നീ. ഇവിടെ ഒരു പരിധിവരെ സംഘപരിവാറിനെ അല്ലെങ്കിൽ ഫാസിസ്റ്റെ എതിർത്ത് നിർത്തിയത് ഈ ശക്തരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും DYFക്കാരും SFIക്കാരും സഖാക്കളുമാണ്. അതിനുവേണ്ടി അവർ ധീര സഖാക്കളുടെ ജീവൻ വരെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നേടിയെടുത്ത, ബലിദാൻ കൊടുത്ത് നേടിയെടുത്ത BJP എന്ന് പറയുമ്പോൾ അങ്ങനെ ബലിദാൻ നൽകി നേടിയെടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് നാശത്തിൻ്റെ പക്കത്താണ്. ഇത് സുധാകരനോട്, നമ്മുടെ CPMൻ്റെ ആലുവപ്പള്ളി സുധാകരൻ, അദ്ദേഹത്തൊരു മഹാൻ ചോദിച്ചു, സുധാകർജി, സുധാകരൻ, നിങ്ങൾ തോറ്റുപോകാണോ, വഴിമാറിപ്പോവാണോ? നിങ്ങളിപ്പോൾ ഒരു സീനിയർ ലീഡർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ഒരു സീനിയർ നേതാവ്, ഈഴ വിഭാഗത്തിൽപ്പെട്ട ആൾ,
നിങ്ങൾ പിണറായിക്കെതിരെ ശബ്ദിക്കാതെ നിങ്ങൾ പിണറായിയുടെ ഒപ്പം നിന്ന് നിങ്ങൾ തോറ്റ് പാർട്ടിയിൽ നിന്ന് മാറി ഭൂമുഖത്ത് പോകണമെന്ന് ചോദിക്കണം. വളരെ കറക്റ്റിലെ ചോദ്യം. ഇന്ന് എന്തെങ്കിലും പിണറായിയോട് ഒത്ത് ചോദിക്കാൻ പറ്റിയ ഒരു ടോപ്പ് ലീഡർ എന്ന് പറയുന്നത് ആയിരുന്നു. ആ സുധാകരനാണ് പടക്കോപ്പെല്ലാം താഴെ വെച്ച് പിന്മാറുന്നത്. എവിടെ ഈ സുധാകരൻ നിങ്ങളുടെ പ്രായോഗിക ബുദ്ധിയും ആ സീനിയോറിറ്റി അല്ല? നിങ്ങൾക്ക് മുഖത്ത് നോക്കി പിണറായിട്ട് ചോദിക്കാൻ പാടില്ല എന്താണ് സഖാവ് നിങ്ങൾ ഈ കാണിക്കുന്നത്? അല്ലെ നിങ്ങൾ കമ്മിറ്റിയിൽ വന്ന് ഉന്നയിക്കാൻ പാടില്ല പ്രശ്നം. ഒരു അച്യുതാനന്ദൻ ഉണ്ടായിരുന്നില്ല. അച്യുതാനന്ദൻ അതേ മേഖലയാണല്ലോ, അല്ലെങ്കിൽ ആലപ്പുഴ ജില്ല. അച്യുതാനന്ദൻ അസ്ഥാനത്തായി 1-2 മണ്ഡലത്തിലും കാണിച്ചെങ്കിലും മൊത്തത്തിൽ അദ്ദേഹത്തെ ഒരു പരിധിവരെ നമുക്ക് പിന്നീട് അംഗീകരിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം പോയി. നിങ്ങളെല്ലാം ഫൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരാൾക്കും ഫൈറ്റ് ചെയ്യാനുള്ള ശക്തിയും തൻ്റെയിടവും ഇല്ലാതെ പിണറായി സഖാവ് ഏകാധിപതിയായിട്ട് CPM-നെ നയിക്കുന്നു. ആ നയിച്ചത് മറ്റു ത്രിപുരയിലേക്കാണ് പോകുന്നത്. ബംഗാളിലേക്കല്ല, ത്രിപുരയിലേക്കാണ്. അതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ കണ്ടുകൊടുക്കുന്നത്. നിങ്ങൾ കോൺഗ്രസ് കുറ്റം പറഞ്ഞു, പകൽ കോൺഗ്രസ്, രാത്രി RSS, സംഘപരിവാർ, അല്ല കോൺഗ്രസ്സായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു. ഇപ്പം എന്താ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, ഞാൻ നല്ല പേര് കേട്ട നായർ തറവാടാണ്. ആ നായർ തറവാട് ഇരിക്കുക CPM-ൽ നിന്ന് പോയാൽ പിന്നെ പോകേണ്ടത് BJP-യിലേക്കാണ്. അപ്പോൾ ഈ 42 വർഷം ഈ മനുഷ്യക്ക് നിന്ന് പാർട്ടി എത്ര കണ്ട് കുളം തോട്ടി, എത്ര കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. സ്വതവേ പണക്കാരനാണ്. എന്തെല്ലാം നേടിയിട്ടുണ്ട്, ഏതെല്ലാം BJP ആയിട്ട് ഒത്തുകളിച്ചിട്ടുണ്ട്, സംഘപരിവാരമായിട്ട്. മാർക്സിസ്റ്റ് പാർട്ടി സഖാക്കളെ, നിങ്ങൾക്ക് തെറ്റുപറ്റി. ഈ കടകംപള്ളി സുരേന്ദ്രൻ മറ്റേ മറച്ചവനൊക്കെ ഉണ്ടല്ലോ ഒറ്റുവാണ്ടത്. അവരൊക്കെ ഇയാൾ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേക്ക് ചാടിച്ചെന്ന് മറ്റാരും കൊണ്ടുപോകാതെ പിടിച്ചു കൊണ്ടുവന്ന് പാർട്ടി ചേർത്ത് വലിയ സ്ഥാനം കൊടുത്ത് ഇരുത്തിയില്ലേ? നിങ്ങൾ കുളം തോണ്ടിയ പോകൂ. നിങ്ങൾ ഇന്ത്യയെ നശിപ്പിക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിപ്പിക്കും, രാജ്യത്തെ നശിപ്പിക്കും. അത് കൂടി ആശ്വാസം ഉണ്ടായിരുന്നത് യെച്ചൂരിയായിരുന്നു. ആ മനുഷ്യൻ ആ കാലത്തിൽ ചരമടഞ്ഞു. പ്രകാശ് കാരാട്ട് ഷണ്ണനാണ്. കാരണം എന്താണെന്ന് പുള്ളിക്കൊന്നും അത്രയോട് താല്പര്യമൊന്നുമില്ല. പുള്ളി ഒരു സവർണ മേധാവിത്വമാണല്ലോ, താല്പര്യമൊന്നുമില്ല. പിണറായിയുടെ മറ്റു പതിപ്പായിട്ട് നിൽക്കാല്ലേ, പിണറായിയുടെ കൂട്ടുകൂടി നക്കാപ്പിച്ച വാങ്ങിച്ച് പോകുന്നതില്ലേ. അപ്പോൾ CPM അങ്ങനെ. കോൺഗ്രസ് സംബന്ധിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കോൺഗ്രസ്, അതായത് നെഹ്റു പറഞ്ഞ് വിദ്യാഭ്യാസമുള്ളവൻ്റെ വർഗീയത വിദ്യാഭ്യാസമില്ലാത്തൊരു വർഗീയതയേക്കാൾ ഭയാനകവും ഭയങ്കരവും ഭീവത്സമായിരിക്കും. അത് പറ്റണത്, അതൊരു ഫിലോസഫിയാണ്. അതുപോലെ സംഘപരിവാർ മാത്രമല്ല, ബാബരി മസ്ജിദിന് മുൻപ് സംഘപരിവാർ തുടങ്ങുന്നതിനൊക്കെ ഏറ്റവും മുൻപ് ഒരു വിശ്വ ഹിന്ദു പരിസ്ഥിതി യോഗത്തിൽ ഗുൽസാലൽ നന്ദ തൊപ്പി വെച്ചിരുന്ന ഒരാളുടെ അദ്ദേഹം പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. അത് എത്രയോ കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് പോയി, RSSലേക്ക് പോയി. അതായത് കോൺഗ്രസിൻ്റെ ചില ലീഡറും RSS നേതാക്കളും തമ്മിൽ ഒരു ധാരണ അന്നുണ്ട്, ഇന്നുണ്ട്, ഇനിയും ഉണ്ടാകും. അവിടെ രാഹുൽ ഗാന്ധിക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം രാഹുൽ ഗാന്ധി അങ്ങനെ പോകാൻ ശ്രമിച്ചിട്ടില്ല, നല്ലത് തന്നെ. പക്ഷെ അദ്ദേഹത്തെ ഒരു കാര്യം ചെയ്യായിരുന്നു. രാഹുൽ ഗാന്ധി എന്തു പറയുമ്പോൾ കുറ്റം പറയുമ്പോൾ ആൾക്കാർ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത്, രാഹുൽ ഗാന്ധി ഒരു MPയോ കോൺഗ്രസ് നേതാവായിട്ട് പോയതല്ല, പ്രതിപക്ഷ നേതാവ്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാവാണ്, പൊതുജനങ്ങളിൽ നേതാവാണ്. അദ്ദേഹത്തിന് അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾക്ക് ലീഡറെ കൂടി ക്ഷണിക്കാമായിരുന്നു. അറ്റ്ലീസ്റ്റ് അഖിലേഷ് യാദവിനോട് മുന്നറിയിപ്പ് കൊടുത്തിട്ട് കൂടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ശക്തിയാവില്ലായിരുന്നോ? അത് ചിന്തിച്ചില്ല. അപ്പോൾ അതിന് ക്രെഡിറ്റ് കിട്ടാനും കൂടെ കോൺഗ്രസ് പാർട്ടിക്കും രാഹുലിനും വേണുജിയും കിട്ടില്ല. ഇതൊക്കെ വേണുമായിരിക്കും ഉപദേശിക്കുന്നത്, അല്ലാതെ ആരും ഉപദേശിക്കാനാണ് കിട്ടിയിട്ടെന്ന് വെച്ചത്. വേണുവിൻ്റെയൊക്കെ ഈ ഒട്ടപ്പക്ഷി മണലിൽ തല പൊഴുത്ത് വെച്ച് കളിക്കുമ്പോൾ കളിച്ചാലതും പൊതുജനങ്ങൾ അറിയില്ല എന്നിരിക്കരുത്. വേണുജിക്ക് പറയാൻ പാടില്ലേ, നമ്മളിത് പ്രതിപക്ഷ നേതാവാണ് അങ്ങ്, അല്ലാതെ കോൺഗ്രസ് MPയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റോ മുൻ പ്രസിഡന്റോ അല്ല. അപ്പോൾ എന്താ ചെയ്യുക, പ്രതിപക്ഷ പാർട്ടിയെങ്കിലും നമ്മൾ UP ചെല്ലുമ്പോൾ ക്ഷണിക്കണം. പക്ഷേ ഒരു പൊതുക്കാര്യമല്ലേ. അതോ എല്ലാവരും ക്ഷണിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യുന്നത് അഖിലേഷ് യാദവ് ക്ഷണിക്കാൻ പറ്റും. അത് മാത്രമല്ല, അവിടെ ശക്തിയുള്ള പാർട്ടി ഇന്നും ബഹുജൻ സമാജ് പാർട്ടി അടിത്തറേണ്ട ശക്തിയുണ്ട്. അവർ ക്ഷണിക്കാമായിരുന്നു, വരാതിരിക്കട്ടെ. അവർക്ക് അഭിപ്രായം അറിയാമല്ലോ. ഇത് ആരും അറിയപ്പെട്ട തീരുമാനമെടുത്ത് അവരങ്ങോട്ട്
4-5 പേര് അത് നടത്തി, കൊള്ളാവുന്ന ആളുകൾ പോയി. അങ്ങനെ ആളുകൾക്ക് പ്ലാനിങ് ഇല്ലെന്നേ. നിങ്ങളിപ്പോൾ കളിക്കുന്ന ആരോടെന്നറിയോ? സകലകല വല്ലഭൻ എന്ന് പറയാവുന്ന സംഘ് പരിവാറിനോടാണ്. BJPയോടല്ല, സംഘ് പരിവാറിനോടാ. അത് കളിക്കുക കുറച്ചുകൂടി നമ്മൾ തയ്യാറെടുക്കണം, പ്രിപ്പയർ ചെയ്യണം. അല്ല എന്തെങ്കിലും ചാടി അങ്ങോട്ട് പോയാൽ പോരാ. അങ്ങനെ തമ്മിൽ സംതറിക്കുമ്പോൾ അതിൽ അടിയൊഴുക്ക് മനസ്സിലാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് ഇവിടെ സർക്കാരിന് വേണ്ടി നിൽക്കുന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടാൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ആ രഹസ്യാന്വേഷണത്തിൻ്റെ ഫലം കിട്ടുമെന്നേ. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സിറ്റുവേഷൻ വെച്ചാൽ കിട്ടും നമുക്ക് പറയും. പ്രതിപക്ഷ നേതാവല്ലേ, പ്രധാനമന്ത്രിക്ക് തുല്യമാണ്. അതൊക്കെ അന്വേഷിച്ച് അടിയൊഴുക്ക് മനസ്സിലാക്കി നോക്കിയിട്ട് ഒരു വർഷം എടുത്താലും വേണ്ടില്ല. ഇതിപ്പോൾ അങ്ങനെ ഒരു വാർത്ത കേട്ട് അങ്ങനെ ആരോ ഒരു ആൾ രാഹുൽ ഗാന്ധിക്ക് പരാതിപ്പെട്ടതിൻ്റെ പേരിൽ അപ്പോൾ സഡൻ ആക്ഷൻ, അത് നല്ലത് തന്നെ. പക്ഷെ അത് വിജയിക്കാതെ പോയില്ലേ. അവർ തമ്മിൽ എന്താ നടന്നത് ആർക്കറിയാൻ പറ്റും? നെറ്റിലൊന്നുമില്ല. എത്ര പേരെ കൊന്നു, എന്താ സംഭവിക്കുന്നത്? 4 പേര് മാത്രമാണോ വെടിവെച്ച്? പരസ്പരം ആക്രമിച്ചോ, ലഹള ഉണ്ടാക്കിയോ, വല്ലതും ബാക്കിയുണ്ടോ? ഒന്നും അറിയാൻ പറ്റുന്നില്ല. അവിടെ എന്ത് സംഭവിച്ചോ അറിയാൻ പറ്റില്ല. അതറിയാതിരിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷ പാർട്ടിയൊക്കെ അങ്ങോട്ട് ആരും കടത്തിവിടാത്തത്. എൻ്റെ രാഹുൽജി അപ്പോഴും പറയുന്നത് തന്നെയാണ്, സംഗതി നമ്മൾ വേണ്ടത്ര പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ പല പല കാരണങ്ങളുമുണ്ട്. കേരളത്തിലും ഡൽഹിയിലും ആണെങ്കിലും കേരളത്തിലൊരു ക്രിസംഗി ചാനല് അവർ പറയാണ് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടുകാരെന്ന് പറഞ്ഞാൽ 10,000 പേര് പോലും ഇല്ല. കേരള ജനസംഖ്യയിൽ ടോട്ടൽ 1% പോലും പോപ്പുലർ ഫ്രണ്ടുകാരോ അല്ലെങ്കിൽ അതുപോലെ തീവ്രവാദികളോ ഇല്ല. 1%. എന്നിട്ട് ക്രിസ്ത്യങ്കിൽ പറയുമോ പോപ്പുലർ ഫ്രണ്ടും SDPയും കൂടി 2031 കേരളം പിടിക്കും, 2047 ഇന്ത്യ പിടിക്കും. എവിടെ നേടോ? ഇനി അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞെങ്കിൽ അത് മണ്ടത്തരല്ലേ? അങ്ങനെ SDPക്കാർ പറഞ്ഞെങ്കിൽ അത് മണ്ടത്തരം. അത് കേട്ട് നിങ്ങൾ പറയട്ടെ പോപ്പുലർ കൊണ്ടാണ് 31 കേരളം പിടിക്കും, 47 ഇന്ത്യ പിടിക്കും. അപകടമാണ് ഇത്. ഭൂരിപക്ഷ സമുദായത്തെ വികാരം കൊള്ളിച്ച് അവർ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യല്ലേ സംഘിക്ക് ലക്ഷ്യമുണ്ട്, ക്രിസംഗിക്ക് ലക്ഷ്യമുണ്ട്. ഈ ക്രിസംഗികളോ അല്ലെങ്കിൽ കാസ പോലെ ഒരു അതിതീവ്രമായ സംഘടന, ആ കാസൊക്കെ ഇത്രയും കളി കളിച്ച് നമ്മുടെ പിണറായി സഖാവോ ഇടതുപക്ഷമോ അതിനെക്കുറിച്ച് മിണ്ടുന്നുണ്ടോ? കാസ എത്ര ആഴത്തിലാണ് ഈ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് അറിയുന്നില്ലേ? സ്പെഷ്യൽ ബ്രാഞ്ച് മുഖ്യമന്ത്രി അറിയിക്കുന്നില്ലേ? മുഖ്യമന്ത്രി കുറിച്ച് മിണ്ടുന്നുണ്ടോ? ആയിക്കോട്ടെ ഒഴി പോകുന്ന തെക്കിയെടുക്കാം. മനസ്സിലായില്ലേ? ഒഴിവ് പോയത് തെക്കിയെടുക്കാൻ വേണ്ടി നിൽക്കാം കാസ. ഈ കാസ അതിപ്പോൾ പിന്നെ മറ്റ് ക്രിസംഗി മാത്രമല്ല, പിന്നെ സംഘിച്ച ഒരു ചാനൽ ABC സംഘി ചാനൽ. ഞാൻ കേരള കൗമുദിയിലെ റിപ്പോർട്ടറായിരുന്നു. ഞാനല്ല, ഈ പറഞ്ഞ ആൾ. അദ്ദേഹം മൊയ്തീൻ ഷാ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേക്കാണ് കൗമുദി. ഞാൻ ചോദിച്ചു എന്താണ് സാർ കാരണം? അത് പറയില്ല. അന്വേഷിച്ച് ABC ചാനലിലെ ആൾ അദ്ദേഹം പക്ക RSകാരൻ. പിന്നെ മൊയ്തീൻ ഷായ്ക്ക് വേണ്ടി വാദിക്കുമോ? പിന്നൊക്കെ പത്രമായ കേരള കൗമുദിയിൽ വർഷങ്ങളായിട്ട് 10-12 വർഷമായി എന്നെ ബ്ലോക്ക് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഞാൻ വെച്ച് മൊയ്തീൻ ഷാ എന്ന ഒരാൾ PDP അനുഭാവി ഒരാൾ കോതങ്കലത്തുണ്ട്, ജൂനിയർ മൊയ്തീൻ ഷാ വിനോദ്. ആ പയ്യനാണോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ PDPക്ക് വേണ്ടി വാദിക്കാൻ ഫ്ലെക്സ് കണ്ടാണ്ട് അത് കണ്ടാണെന്ന് ഞാൻ ചോദിച്ചു. അതൊന്നുമല്ല, പറയില്ല എന്താണെന്നുള്ളത്. അയാളിപ്പോൾ കൗമുദി പോകുന്നിപ്പോൾ സ്വന്തം ചാനൽ തുടങ്ങി. എന്തൊരു വർഗീയമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് 20 ലക്ഷം ഏക്കർ ഭൂമി ഒക്കെ പോകുന്ന ഇന്ത്യയിലുണ്ട്. അത് റെയിൽവേയും രാജ്യരക്ഷയും കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ വഖഫിനാണ്. അത് വഖഫ് ഭൂമി, ഇങ്ങനെയുള്ള വഖഫ് ചെയ്ത ഭൂമി, അല്ലാതെ മുസ്ലിങ്ങളുടെ ഭൂമി അല്ല. അതേ സ്ഥാനത്ത് സഭയ്ക്ക് ഇന്ത്യയിൽ 20 ലക്ഷം കോടി ഏക്കറുണ്ട്. അതും സർക്കാർ കണക്കാണ്. 20 ലക്ഷം കോടി ഏക്കർ ഭൂമിയുണ്ട്. ഇത് 20 ലക്ഷം ഉള്ളൂ. 20 ലക്ഷമൊന്നുമില്ല, 9 ലക്ഷം ഉള്ളൂ. എന്നാലും 20 പുള്ളി പറഞ്ഞത്. അപ്പോൾ അതവർ കാണും. അത് കടക്ക് ചോദിച്ചാൽ കാണും. പക്ഷെ നാളികേരം ചോദിച്ചത് കാണില്ല. ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. സഭയ്ക്ക് എത്തേണ്ടത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. സഭ നമ്മുടെ ഒരു സഹോദര മതമാണ്. അവർ നമ്മൾ ഇങ്ങനെ അംഗീകരിക്കും. ഈ സഹോദര മതങ്ങളെ അംഗീകരിക്കാമെന്ന് ഏതുപോലെ അറിയുമോ?
ഈ ജനാധിപത്യത്തിൻ്റെ ഡിഫിനിഷൻ വിശദീകരണമുണ്ട്. എന്നറിയോ, നിങ്ങളുടെ ആശയത്തെ ഞാൻ അങ്ങേറ്റം എതിർക്കും, പക്ഷേ നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്നത് തടസ്സം നേട്ടാൽ എൻ്റെ ജീവനും കൊടുത്തോലും അത് നേടിയെടുക്കും. അതാണ് ജനാധിപത്യത്തിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ വിശദീകരണം. അതുപോലെയാണ് ഒരു മതവിശ്വാസി പറയുന്നത്, ഞാൻ എൻ്റെ മതത്തെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു, പക്ഷേ മറ്റ് മതക്കാരുടെ പ്രചരണത്തിൽ നിന്ന് തടസ്സം വന്നാൽ എൻ്റെ ജീവനും കൊടുത്തു ഞാൻ അതിനെ എതിർക്കും എന്നാണ് പറയേണ്ടത്. അതാണ് മതത്തിൻ്റെ ഡെഫിനിഷൻ. അങ്ങനെയുള്ള ഹിന്ദു മതം എന്ന് ഹിന്ദു മതമൊന്നും മതം ഇല്ലെന്നാ പറയുന്നത്, പറയുന്നു, അത് സമ്മതിക്കാം, നമുക്കെന്താ കുഴപ്പം. അപ്പോൾ ഹിന്ദു മതം ഇന്ത്യയിലെ ഭൂരിപക്ഷ മതമാണെന്ന് പറയും, അതും സമ്മതിക്കാതെ. പക്ഷേ ഭൂരിപക്ഷ മതത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. അതെന്താണ്? ന്യൂനപക്ഷ മതങ്ങളെ സംരക്ഷിക്കുക. ന്യൂനപക്ഷ മതങ്ങൾ അവരെ സംബന്ധിച്ച് അത് ഗസ്റ്റുകളാണ്, അതിഥികളാണ്. അതിഥികളെ സംരക്ഷിക്കുക എന്നുള്ളത് ആതിഥേയൻ്റെ ചുമതലയാണ്. ആതിഥേയം ഭക്ഷണം കഴിച്ചാലും അതിഥികൾക്ക് തൃപ്തിയായിട്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒരു ആതിഥ്യ മര്യാദയാണ്. ഇതൊക്കെ ലോക നിയമമാണല്ലോ, ഹിന്ദു നിയമമാണ്. അല്ലെങ്കിൽ ഹർഷഭാരതം എന്ന സമ്മതിക്കുക, അതും സമ്മതിക്കുക. ഹർഷഭാരത ഋഷിമാരുടെ ഭാഷ സംസ്കാരമാണല്ലോ അതിഥികളെ സംരക്ഷിക്കുക, അതിഥിഭാവം എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെയുള്ള ആദർശമുള്ള ആശയമുള്ള ഇന്ത്യയിൽ 20% വരുന്ന മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ചും ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തൊക്കെ മൊത്തത്തിലും നിങ്ങൾ അംഗീകരിക്കില്ല, മാത്രമല്ല അവർ തകർക്കും എന്ന് അവർ ആഭ്യന്തര ശത്രുവാണെന്നൊക്കെ പറയുന്നത് എന്ത് നിയമമാണ്? അത് ഏത് ഹിന്ദുത്വമാണ്? ഏത് ഹർഷഭാരത സംസ്കാരമാണ് എന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമാണ്. മനസ്സിലാക്കാൻ വേണ്ടി ചോദ്യം ചെയ്യുന്നല്ല, അത് തെറ്റിദ്ധരിക്കുക. അങ്ങനെ ഉള്ളിടത്തല്ലേ 10, 50, 1000, 5000 വർഷം പഴക്കമുള്ള പള്ളികളുടെ അടിയിൽ ഇതിപ്പോൾ ജുമാ മസ്ജിദിനടിയിൽ പോയി നോക്കാൻ പറഞ്ഞിട്ട് അത് നേരിട്ട് എന്താ കൊടുക്കുന്നത്? പുരാവസ്തുവിനെ കൊടുത്തേക്കാം, അല്ല കോടതിയിലല്ല. ആ പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഹിന്ദു സമൂഹമേ, അതായത് ആ പള്ളികളും ഒക്കെ നോക്കി നടത്തുമ്പോൾ അതിന് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. അതായത് പല പ്രാവശ്യം പറഞ്ഞു, മഹാരാഷ്ട്രയിലെ തലസ്ഥാനം ബോംബെയിൽ വിക്ടോറിയ ടെർമിനസ്, ഇപ്പോൾ ശിവജി ടെർമിനസ് പറയും, ആ ശിവജി ടെർമിനസിലെ വികസനത്തിൽ ഒരു 100 വർഷം പഴക്കമുള്ളൊരു വൻ മരം അവിടെ ഉണ്ടായത്. അന്ന് 1970-ലാണ്. അന്ന് മുനിസിപ്പാലിറ്റിയാണ് കോർപ്പറേഷൻ, എനിക്ക് സംശയം കോർപ്പറേഷനായി തോന്നുന്നത്, ബോംബെയിൽ കോർപ്പറേഷൻ എന്ത് പറഞ്ഞോ, ഈ 100 വർഷം പഴക്കമുള്ള മരത്തിന് വില നിശ്ചയിക്കാൻ പറ്റില്ല, അത് അമൂല്യമാണ്. അതുകൊണ്ട് അത് സംരക്ഷിക്കുക എന്നുകൊണ്ട് 36 കിലോമീറ്റർ അകലെയുള്ള മലബാർ ഹില്ലിൽ കൊണ്ടുപോയി കുറേയധികം യന്ത്ര സഹായത്തോടെ ഇലക്ട്രിക് കണക്ഷൻ മാറ്റി 2 ആഴ്ച കൊണ്ടാണ് 36 കിലോമീറ്റർ എത്തിച്ചത്. അപ്പോൾ അറിയാലോ എത്ര വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു പറഞ്ഞ പോയിന്റ് ഇതാണ്, ഏത് ഇന്ത്യയിൽ കൾച്ചറേയും പറഞ്ഞത്, ഇന്ത്യൻ സംസ്കാരം വന്നത്, അല്ലെങ്കിൽ ഭാരത സംസ്കാരം വന്നത്, അതിൻ്റെ പോയിന്റ് ഇതാണ്. 100 വർഷം പഴക്കമുള്ള ഒരു മരത്തെ വില നിശ്ചയിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ സൈനിക ശക്തി 2ാം സ്ഥാനമുള്ള, 1ാം സ്ഥാനം റഷ്യയാണ്, ചൈനയാണ്, 2ാം സ്ഥാനം പട്ടാളം, അതിൽ അതായത് സാധാ സൈനിക ശക്തി 2ാം സ്ഥാനമുള്ള ഇന്ത്യൻ പട്ടാളത്തിന് ആ 500 വർഷം പഴക്കമുണ്ടായിരുന്ന ഒരു കെട്ടിടം പുരാവസ്തു എന്ന നിലയിൽ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്ന ഇന്ത്യൻ പട്ടാളവും ഇന്ത്യൻ അന്ന് ഭരിച്ച കോൺഗ്രസ് നരസിംഹറാവു, വൈ ബി ചവാൻ പോലെയുള്ള നേതാക്കൾക്ക് ഉണ്ടായിരുന്നു. അവർ ചെയ്തില്ല, തെറ്റല്ലേ? അപ്പോൾ 3000, 1500, 800 വർഷമൊക്കെ പഴക്കമുള്ള ഒരു പള്ളിയിൽ അത് പുരാവസ്തു ആക്കണം, അല്ലെങ്കിൽ അത് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഏത് നീതിയാണ് നിങ്ങളുടെ ശാസ്ത്രം? നിങ്ങളുടെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് ഏത് ശാസ്ത്രമാണ്? ഭൗതിക ശാസ്ത്രമാണോ? അത് മതപരമായ ശാസ്ത്രമാണോ? ഹിന്ദു ശാസ്ത്രമാണോ? അത് ഋഷിമാർ ശാസ്ത്രമാണോ? എന്ത് തത്വമാണത്? നിങ്ങൾക്ക് ഒരു ലജ്ജ തോന്നുന്നില്ലേ? ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായമേ, ഹിന്ദു സമുദായമേ, അതിൽ ഹിന്ദു സമുദായത്തിൽ പ്രധാനപ്പെട്ട ആൾക്കാർ എന്താണെന്ന് അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ മിണ്ടാത്തതും? അവർ രാജ്യം കുട്ടിച്ചോറാകട്ടെ എന്നാണോ? ഇതുപോലെ 10 പള്ളിയുടെ മുമ്പിൽ വഴക്കുണ്ടാക്കിയോ ലഹളയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എവിടെ എത്തി? ആ രാജ്യം തകർന്നു പോവില്ലേ? അങ്ങനെ തകർന്നു കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
ഭൂരിപക്ഷ സമുദായത്തോട് ചോദിക്കുന്നത്. ഭൂരിപക്ഷ സമുദായത്തിലെ മനുഷ്യസ്നേഹികളെ നേതാക്കൾ ചോദിക്കുകയാണ്, അങ്ങനെ നമ്മുടെ രാജ്യം തകർന്ന് കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതാണോ നിങ്ങളുടെ സംസ്കാരം? അതാണ് നിങ്ങളുടെ കൾച്ചർ? അല്ല, അങ്ങനെ ആകാൻ പാടില്ല. അപ്പോൾ എന്താ വേണ്ടത്? ഏത് കണ്ടീഷനാണ് ഈ ന്യൂനപക്ഷ വിരോധം വന്നത്? അത് വന്നതിന് കാരണമുണ്ട്. അവിടെയാണ് കാര്യം. അത് ഇന്ത്യൻ സംസ്കാരത്തിൽ കുഴപ്പമില്ല, ഇന്ത്യക്കാരെയും കുഴപ്പമില്ല. അവിടെയാണ് പാശ്ചാത്യ ശക്തികൾ ആദ്യം ബ്രിട്ടനും ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കളിക്കുന്ന കളി. ആ ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും പാശ്ചാത്യ ശക്തികൾ കളിക്കുന്നത് ഇന്ത്യയെ ഒരു കാരണവശാലും തല ഉയർത്താൻ സമ്മതിക്കില്ല. അവരെന്നും പാട്ടിണി ദാരിദ്ര്യവും അതമ്പതിച്ചും ലോകത്തെ ഏറ്റവും ദരിദ്ര രാഷ്ട്രമായി കഴിയണം. ഒരു നിലക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് അവരുടെ കളിയാണ്. ആ കളിയിൽ എൻ്റെ ഹിന്ദു സഹോദരങ്ങൾ വീണ് പോകില്ലെന്ന് എനിക്ക് ഒരാൾ, എനിക്ക് ഹിന്ദു സഹോദരനോട് യാതൊരു വിഷമവുമില്ല, പിണക്കമില്ല, പരാതിയില്ല. പക്ഷെ നിങ്ങളത് വീണ് പോകരുത്. പക്ഷെ വീണ് പോയിരിക്കുന്നു. പ്രമുഖ സമുദായമായ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു സമുദായത്തിൻ്റെ നല്ലൊരു ശതമാനം ആൾക്കാർ അതിൽപ്പെട്ട് വീണുപോയി. അത് രാജ്യത്ത് നല്ലതല്ല. അത് നല്ലതല്ല എന്ന് പറയാൻ ഒരു ഗാന്ധിജി ഇന്ത്യയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ വന്ന നേതാക്കന്മാരൊന്നും പറ്റില്ല, അൺഫിറ്റാണ്. ശരത് പവാർ ഉൾപ്പെടെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, പ്രിയങ്ക ഉൾപ്പെടെ. അതിന് ഇനി ഇന്ത്യയിൽ ഒരു ഹിന്ദു നേതാവ്, അതും സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു ഹിന്ദു നേതാവ് ഉണ്ടാകണം. അവൻ മനുഷ്യത്വമുള്ളവനായിരിക്കണം, രാജ്യസ്നേഹിയായിരിക്കണം. അങ്ങനെ ഒരു നേതാവിൻ്റെ ശൂന്യത ഇന്ത്യയിൽ വളരെ വ്യക്തമായി കാണാം. പടച്ചവനെ, അള്ളാഹുവെ, ദൈവമേ, ഈശ്വര, അതിനെ പറ്റിയൊരാളെ, ഒരു മനുഷ്യസ്നേഹിയെ നിനക്ക് എന്തുകൊണ്ട് ഇന്ത്യക്ക് സംഭാവന ചെയ്തുകൂടാ? എല്ലാത്തിനെയും സ്നേഹിക്കുന്ന, മറ്റൊരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന പോലും പാവമാണ് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തിന് ഉടമകളായ എന്നെപ്പോലുള്ളവർ അധിവസിക്കുന്ന ഈ ഇന്ത്യയിൽ എങ്ങനെ അങ്ങനെ ഒരു വ്യക്തിയെ നിനക്ക് സംഭാവന ചെയ്തുകൂടെ? ഞാൻ ദൈവത്തോടെ ചോദിക്കുന്നു, അള്ളാഹുവോട് ചോദിക്കുന്നു, പടച്ചോടെ ചോദിക്കുന്നത്. എന്തുകൊണ്ട് ആ രാജ്യം സമാധാനമായിട്ട് പോകണം, വിട്ടുപോകണം. ആരും ആരെയും ആക്രമിക്കാത്ത ഒരു രാജ്യമായിരിക്കണം നമ്മുടെ. ഇതിപ്പോൾ ഭാഗികമായി മാത്രമല്ല, മുഴുവനും മൊത്തത്തിലും കലഹമുണ്ടാക്കി ആ കലഹത്തിൽ നിന്ന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ചിന്താഗതി പായിപ്പോയി പല നേതാക്കൾക്കും. അവരിൽ നിന്നും മാറ്റം വരുത്താൻ വേണ്ടി ചിന്തിക്കുന്ന ഒരു നേതാവിനെ അള്ളാഹു എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് സംഭാവന ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം മടുത്ത് കണ്ട് ജനങ്ങൾ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വഴിയിലെ കഷ്ടപ്പെടുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പേരിൽ കൊലപാതകം, പെണ്ണുങ്ങളെ കത്തിച്ചു കളയുന്നു, ജീപ്പ് കയറ്റി കൊല്ലുന്നു, വെള്ളത്തിൽ കൊല്ലുന്നു, ബോംബ് വെച്ച് കൊല്ലുന്നു. എത്ര മനുഷ്യരാണ് ലോകത്ത് മരിക്കുന്നുണ്ട്, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പോലും മരിക്കുന്നത്. അങ്ങനെ മരിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംരക്ഷണം കൊടുക്കുന്ന, അവർക്ക് വേണ്ടി വാദിക്കുന്ന, വിശപ്പിന് വില അറിയാവുന്ന, സാഹോദര്യത്തിൻ്റെ മഹത്വം അറിയുന്ന, സ്നേഹത്തിൻ്റെ ശാലീനസുന്ദരമായ ആ പര്യായം ഉൾക്കൊള്ളുന്ന ഒരു ഒരു മനുഷ്യ സ്നേഹിയായ ഒരു നേതാവിനെ ഇന്ത്യൻ മണ്ണിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.